ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ വിവിധ സ്ഥാപനങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് താൽക്കാലിക ഒഴിവുകൾ വരാറുണ്ട്. അപ്പോൾ അതിലുള്ള ജോബുകൾ, പ്രധാനപ്പെട്ട ജോബുകളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് മിനിമം 7ാം ക്ലാസ്, 10ാം ക്ലാസ്, +2 ഉള്ളവർക്കൊക്കെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അടുത്തുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ടും ഇതിലേക്ക് ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. നമുക്കൊരു ഡീറ്റെയിൽസ് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന താൽക്കാലിക ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിലേക്ക് ഒഴിവുണ്ട്. അതുപോലെ സ്റ്റേറ്റ് നിർഭയ സെല്ലിൽ ഒഴിവുണ്ട്. പിന്നെ വ്യത്യസ്തമായ പ്രകൃതി ചികിത്സാ ആശുപത്രിയിൽ ഒഴിവ്. അങ്ങനെ ഏകദേശം 11ഓളം സ്ഥാപനങ്ങളിലായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്ന കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിലേക്ക് വേണ്ടിയിട്ട് ബോർഡിൻ്റെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ വിവിധ തസ്തികകളിൽ നിയമനം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ വിവിധ തസ്തികകളിൽ കരാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് യോഗ്യരായവരിൽ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷയിൽ തസ്തികയും അതുപോലെ പ്രതീക്ഷിക്കുന്ന ശമ്പളവും സൂചിപ്പിക്കേണ്ടതാണ്. അപേക്ഷകർ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഇമെയിലായിട്ട് അയക്കാവുന്നതാണ്. ഇമെയിൽ അയക്കുമ്പോൾ സബ്ജക്റ്റ് ലൈൻ അപേക്ഷിക്കുന്ന തസ്തികയുടെ പേര് സൂചിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ തസ്തികകൾ നോക്കുകയാണെങ്കിൽ വനിതാ സ്വീപ്പർ തസ്തികയിലേക്ക് ഒരു ഒഴിവുണ്ട്, പാചകക്കാരി 2 ഒഴിവ് എന്നീ തസ്തികകളിലാണ് ഒഴിവുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 0484236905 എന്ന നമ്പറിലോ ബോർഡ് ജെട്ടിക്ക് സമീപമുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ പ്രവൃത്തി സമയങ്ങളിലോ ബന്ധപ്പെടാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി 23 2024 ഫെബ്രുവരി 23 വരെ ഈ അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ നിയമനമാണ്. എറണാകുളം ജില്ലയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമ ബ്ലോക്ക് അതുപോലെ ജില്ലാ ഓഫീസുകളുടെ 2023-24 സാമ്പത്തിക വർഷത്തെ വാർഷിക വരവ് ചെലവ് കണക്കുകൾ അതുപോലെ MIS മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രകാരമുള്ള വരവ് ചെലവ് കണക്കുകൾ എന്നിവ ഓഡിറ്റ് നടത്തുന്നതിനായി നിയമാനുസൃത യോഗ്യതയും പരിചയമുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഡിറ്റ് ചെയ്ത് പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷകൾ നേരിട്ടോ തപാൽ മുഖേനയോ ജോയിൻറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സിവിൽ സ്റ്റേഷൻ 3ാം നില, കാക്കനാട്, എറണാകുളം 68203 എന്ന വിലാസത്തിൽ നൽകേണ്ടതാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 23 കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഫോൺ നമ്പറിലും ബന്ധപ്പെടാം. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് നിർഭയ സെല്ലിൽ കീഴിൽ കരാർ നിയമനം വന്നിട്ടുണ്ട്. അഭിമുഖം 24 സ്റ്റേറ്റ് നിർഭയ സെല്ലിന് കീഴിൽ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന മെൻ്റൽ ഹെൽത്ത് ഹോം പ്രത്യാശ ഫോർ ഇൻ്റഗ്രേറ്റഡ് സോഷ്യൽ ആക്ഷനിൽ കുക്ക്, ക്ലീനിങ് സ്റ്റാഫിനെ 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 5ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. കുക്കിന് 12,000 രൂപയും ക്ലീനിങ് സ്റ്റാഫിന് 9,000 രൂപയുമാണ് ശമ്പളം. യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഫെബ്രുവരി 24 രാവിലെ 10 രാമവർമ്മപുരത്തെ മോഡൽ ഹോമിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 9061809973 നമ്പറിലോ 048723282550 എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ വാക്കിൻ ഇൻ്റർവ്യൂ ആണ്. തൃശ്ശൂർ ജില്ലയിലെ മോഡൽ ഹോം ഫോർ ഗേൾസിൽ ഹൗസ് മദർ ഫുൾ ടൈം റെസിഡൻറ്റ് തസ്തികയിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. 4 ഒഴിവാണുള്ളത്. യോഗ്യത സോഷ്യൽ വർക്കർ, സോഷ്യോളജി, സോഷ്യൽ സയൻസ്, സൈക്കോളജി എന്നിവയിൽ ഏതെങ്കിലും ബിരുദം. പ്രായപരിധി 25 വയസ്സ് പൂർത്തിയാവണം. 30-45 പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധം. പ്രതിമാസ വേതനം 22,500 രൂപ. യോഗ്യരായ വനിതകൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഫെബ്രുവരി 24 രാവിലെ 10 രാമവർമ്മപുരം മോഡൽ ഹോം ഫോർ ഗേൾസിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ, മഹിളാ സമക്യ സൊസൈറ്റി, TC 20/1652, കൽപ്പന, ഉഞ്ചാലമ്മൂട്, കരമന PO, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ലഭിക്കുന്നതാണ്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. 0471234866 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഡ്രൈവർ തസ്തികയിൽ താൽക്കാലിക ഒഴിവാണ്. ഒരു കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ
ഡ്രൈവർ തസ്തികയിൽ ഓപ്പൺ പട്ടികജാതി വിഭാഗത്തിൽ 2 താൽക്കാലിക ഒഴിവുകൾ നിലവിലുണ്ട്. SSLC മോട്ടോർ കാർ ഓടിക്കുന്നതിനുള്ള അംഗീകൃത ലൈസൻസ്, മോട്ടോർ മെക്കാനിസത്തിൽ അറിവ്, മോട്ടോർ കാർ ഡ്രൈവർ തസ്തികയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. പട്ടികജാതി വിഭാഗക്കാർക്ക് 35 വയസ്സ്. താല്പര്യമുള്ളവർ ഫെബ്രുവരി 27-നകം അപേക്ഷിക്കുകയാണ് വേണ്ടത്. പിന്നെ ജില്ലാ ശുചിത്വ മിഷനിലേക്ക് ഇന്റേണിൻ്റെ ഒഴിവുകളുണ്ട്. കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ നടപ്പാക്കി വരുന്ന വിവിധ വിവര വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളിലും ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലും ശുചിത്വ മിഷനെ സഹായിക്കുന്നതിനായി നിലവിലുള്ള ഒഴിവിൽ IOC ഇന്റേൺസിനെ തിരഞ്ഞെടുക്കുന്നതിനും നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദത്തോടൊപ്പം ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ്, അതുപോലെ സോഷ്യൽ വർക്കർ എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദാന്തര ബിരുദമോ കഴിഞ്ഞ 1 വർഷത്തിനകം നേടിയിട്ടുള്ളവരായിരിക്കണം. 1 വർഷത്തേക്കാണ് നിയമനം. നിയമന കാലയളവിൽ പ്രതിമാസം 10,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്ററുകൾ സഹിതം ജില്ലാ കോർഡിനേറ്റർ, ജില്ലാ ശുചിത്വ മിഷൻ, സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട് എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. പിന്നെ അക്രഡിറ്റർ ഓവർസിയർ ഒഴിവാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ അക്രഡിറ്റർ ഓവർസിയർ തസ്തികയിൽ 3 ഒഴിവുകളിലേക്ക് 1 വർഷത്തേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് യോഗ്യത. താല്പര്യമുള്ളവർ ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ഫെബ്രുവരി 22-ന് രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് ഭവനിലെ PMGSY ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രകൃതി ചികിത്സാ ആശുപത്രിയിൽ ഒഴിവാണ്. വർക്കല ഗവൺമെൻറ് യോഗ പ്രകൃതി ചികിത്സാ ആശുപത്രിയിൽ മസാജ് തെറാപ്പിസ്റ്റ്, കുക്ക്, അസിസ്റ്റന്റ്, മൾട്ടിപർപ്പസ് വർക്കർ, സെക്യൂരിറ്റി, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് കരാടിസ്ഥാനത്ത് നിയമനം നടത്തുന്നുണ്ട്. മസാജ് തെറാപ്പിസ്റ്റ് തസ്തിക പുരുഷൻ 2, സ്ത്രീകൾ 2. യോഗ്യത SSLC പാസ്സായിരിക്കണം. ഗ്രാജുവേറ്റ് ഓഫ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ അംഗീകരിച്ച ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം. പിന്നെ മൾട്ടിപർപ്പസ് വർക്കറാണ്, അതൊരു ഒഴിവ്. യോഗ്യത SSLC പാസ്സായിരിക്കണം. സെക്യൂരിറ്റി ഒഴിവ്, ഒരു ഒഴിവ്, അതുപോലെ SSLC പാസ്സായിരിക്കണം. പിന്നെ കുക്ക് അസിസ്റ്റന്റ് ഒരു ഒഴിവ്, യോഗ്യത SSLC ആണ് അതിലേക്ക് വേണ്ടത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ +2 പാസ്സായിരിക്കണം. അതുപോലെ കമ്പ്യൂട്ടർ ഡിപ്ലോമ പാസ്സായിരിക്കണം. 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് 21/2/2024 രാവിലെ 11 മണിക്ക് ഈ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആശുപത്രിയിൽ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഫാർമസിസ്റ്റ് ഒഴിവാണ്. ഇടുക്കി ജില്ലയിൽ വിവിധ സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ ഒഴിവുള്ള ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. വാക്കിൻ ഇൻ്റർവ്യൂ ഫെബ്രുവരി 21-ന് നടക്കും. അതിൽ NCP നഴ്സ് കം ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ DCP സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി, ഹോമിയോ പാസ്സായ ഉദ്യോഗാർത്ഥികൾ, വയസ്സ്, തിരിച്ചറിയൽ രേഖ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഫെബ്രുവരി 21-ന് രാവിലെ 10:30 തൊടുപുഴ തരണിയിൽ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ചായിക്കാട് ആശുപത്രിക്ക് സമീപം ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സേഫ്റ്റി ഓഫീസറാണ്. എറണാകുളം ജനറൽ ആശുപത്രിക്ക് കീഴിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ഫെബ്രുവരി 24-ന് രാവിലെ 11-ന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി യോഗ്യത, സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ് എറണാകുളം ജനറൽ ആശുപത്രി വികസന സൊസൈറ്റിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്കും ഒഴിവുണ്ട്. ഫെബ്രുവരി 29 രാവിലെ 11 മണിക്കാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. 8ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഇതിലേക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ട് താഴെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം. തീർച്ചയായും നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ജോബ് ഒഴിവുകൾ എല്ലാം അറിയാൻ പറ്റുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് നൈസ് ഡേ.